ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാഷ് വേദയായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട് വേദയോട്, വേദ, നീ എല്ലാവരും വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു കള്ളമാണ് പറഞ്ഞിരുന്നെങ്കിൽ അത് വിശ്വസിക്കാമായിരുന്നു. ഇപ്പം നീ പറയുന്ന ഈ കാരണം എനിക്ക് അത് കള്ളമാണെന്ന് മനസ്സിലാക്കാം. ഇത്രയും വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുള്ളൊരു അധ്യാപകരാണ്. കുട്ടികൾ കള്ളം പറഞ്ഞാലും സത്യം പറഞ്ഞാലും അത് തിരിച്ചറിയാനുള്ളൊരു കഴിവ് എനിക്കുണ്ട് വേദ എന്ന് മാഷ് വേദയോട് പറയാണ് കേട്ടോ. എന്നിട്ട് മാഷ് പറയുന്നുണ്ട്, എൻ്റെ മകൻ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, ഇലക്ഷൻ കഴിയണവരേക്കും മാത്രമാണ് ശ്രീനിവാസൻ്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് അവൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വിക്രത്തിന് എനിക്ക് വിശ്വാസമാണ്, അവൻ ആ വാക്ക് പാലിക്കും എന്ന് മാഷ് പറയാണ് കേട്ടോ. അവൻ്റെ എല്ലാ നല്ലതിന് വേണ്ടിയിട്ട് മാത്രം നിന്ന നീ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നതെന്ന് എനിക്കറിയില്ല. അത് ഈ ഒരു കാരണമല്ല, അതിൻ്റെ പുറകിൽ വേറൊരു കാരണമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെന്തായാലും ഞാൻ കണ്ടുപിടിക്കും വേദ എന്ന് മാഷ് പറയാണ് കേട്ടോ. അങ്ങനെ മാഷ് അവിടെ നിന്ന് ഇറങ്ങാൻ നടത്ത് വേദ അച്ഛ എന്ന് പറഞ്ഞ് വിളിച്ച് പുറകെ ചെല്ലുകയാണ്. അച്ഛ, എന്നോട് ക്ഷമിക്കണം, ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിന് തന്നെ ദോഷം വരും. അതുകൊണ്ടാണ് അച്ഛ എല്ലാം വേണ്ടാന്ന് വെച്ച് ഞാൻ മടങ്ങി വന്നതെന്ന് വേദ പറയാണ് കേട്ടോ. അപ്പം മാഷ് പറയുന്നുണ്ട്, അതിനെന്താണ് കാരണം എന്നുള്ളത് നീ പറയണ്ട, അത് ഞാൻ സ്വയം തന്നെ കണ്ടെത്തും. അത് കഴിഞ്ഞ് ഞാൻ നിൻ്റെ മുന്നിൽ വരും എന്നൊക്കെ പറഞ്ഞ് മാഷ് വിക്രത്തിനെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ആ സമയത്ത് വേദ വരുന്നതും കാത്താണ് കേട്ടോ നമ്മുടെ കമലും ഇരിക്കുന്നത്. അപ്പോൾ മാഷും വിക്രമും കൂടി മാത്രം വരണ കണ്ടപ്പോൾ വേഗം ചെല്ലുകയാണ്, കരഞ്ഞ് കണ്ണീരൊഴുക്കി ചെല്ലുകയാണ്. എന്താ വേദ, നിങ്ങൾ വിളിച്ചിട്ട് വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മാഷ് പറയാണ്, ഇല്ല, അവൻ്റെ കൂടെ ജീവിക്കാൻ അവൾക്ക് താല്പര്യമില്ല എന്നാണ് പറയണേ. അവൻ വരില്ല. ആ കുട്ടിക്കും ആ കുട്ടിയുടേതായ കാരണങ്ങളുണ്ടാവും. അതെന്തായാലും ആ കുട്ടി അത് തെറ്റും ശരിയും തിരിച്ചറിഞ്ഞിട്ട് വരും കമല, അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ മാഷ് കമലത്തിനോട് പറയാണ് കേട്ടോ. അപ്പോൾ കമലം പറയുന്നുണ്ട്, നിങ്ങൾ അച്ഛനും മകനും പോയി വിളിച്ചില്ലേ, ഇനി ഞാൻ അവളെ ഒന്ന് പോയി വിളിക്കാം, അവൾ വരുമെന്ന് നോക്കാമെന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ മാഷ് പറയുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല, നിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യ് കമല എന്ന് പറഞ്ഞ് നമ്മുടെ മാഷ് അതിലേക്ക് കയറി പോവാണ് കേട്ടോ. ഇത് കേട്ട് വിക്രം വന്നിട്ട് പറയുന്നുണ്ട്, വേദ എന്തായാലും അവളുടെ അമ്മയുടെ കൂടെ അമ്പലത്തിൽ വരും രാവിലെ, നമുക്ക് അവിടെ പോയി അവളെ കാണാം അമ്മയെന്ന് പറയാണ് കേട്ടോ. അമ്മ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ കമലത്തെയും കൂട്ടി വിക്രം അമ്പലത്തിൽ ചെല്ലുകയാണ്. വിക്രത്തിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ വേദയുടെ ഉള്ളിൽ സന്തോഷവും സങ്കടവും എല്ലാം കൂടി വരുന്നുണ്ട്. പക്ഷേ സന്തോഷം പുറത്ത് കാണിക്കാതെ തന്നെ നമ്മുടെ വിക്രത്തിൻ്റെ നേരെ ദേഷ്യത്തെ ഭാഗത്തിൽ തന്നെയാണ് കേട്ടോ വേദയുടെ പെരുമാറ്റം. നിങ്ങളെന്താ എന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലേ? എനിക്കിനി നിങ്ങളെ കാണണ്ട സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെയും എന്തിനാ വരണേന്ന് ചോദിക്കുകയാണ് വേദ. അപ്പോൾ കമലം പറയുന്നുണ്ട്, മോളെ, ഞാനാ നിന്നെ കാണാൻ വേണ്ടി വന്നത്, അവനോട് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണ് അവൻ നിൻ്റെ അടുത്ത് എന്നെ കൊണ്ടുവന്നതെന്ന് പറയുകയാണ്. അപ്പോൾ കമലത്തിനോട് പോലും അവൾക്ക് ദേഷ്യത്തിലൂടെ സംസാരിക്കാൻ തോന്നുകയാണ് കേട്ടോ നമ്മുടെ വേദയ്ക്ക്. എനിക്കൊന്നും സംസാരിക്കാനില്ല, ഭാര്യയായി കഴിഞ്ഞ കാലം വരെ എനിക്കൊരു സന്തോഷം ഉണ്ടായിട്ടില്ല, ഇനി എന്നെ കാണാൻ ആരും വരരുത് എന്നൊക്കെ പറയാണ്. നിങ്ങളുടെ മകന് വേറെ വല്ല പെണ്ണെ കിട്ടുന്നുണ്ടെങ്കിൽ ആലോചിച്ച് കല്യാണമൊക്കെ ഉറപ്പിക്കുന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതൊക്കെ പറയുമ്പോൾ വിക്രത്തിനാണെങ്കിലും കമലത്തിനാണെങ്കിലും ഭയങ്കര വിഷമം വരുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ മാഷിൻ്റെ അടുത്ത് വേദ അയച്ച ഡൈവേഴ്സ് നോട്ടീസ് എത്തിയിരിക്കുകയാണ്. അത് കിട്ടുന്നത് നമ്മുടെ നന്ദിനിയുടെ കയ്യിലാണ്. അപ്പോൾ നന്ദിനി അതൊരു വലിയ സംഭവമായിട്ട് അമ്മ വരാനും വിക്രം വരാനും കാത്തിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇത് അയച്ച സന്തോഷത്തിലാണ് ശ്രീകാന്തിന് ഇരിക്കുന്നത്. ഇപ്പോൾ നോട്ടീസ് അവൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും, അത് കണ്ട് അവനൊന്ന് ഞെട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്ത്. എന്തായാലും വരുന്ന എപ്പിസോഡിൽ നമ്മുടെ വേദയുടെയും വിക്രത്തിൻ്റെയും പിണക്കം മാറി അവരൊരുമിക്കാൻ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.